തിരുവല്ല നഗരസഭയിലെ ജീവനക്കാരുടെ റീൽസൊക്കെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒന്നാണ്. അതിൽ കഴിഞ്ഞ ദിവസമാണ് ഏതായാലും തദ്ദേശ വകുപ്പ് മന്ത്രി തന്നെ നിർദ്ദേശം നൽകിയത് അതിൽ നടപടിയെടുക്കേണ്ട ജീവനക്കാർക്കെതിരെ എന്നുള്ളത്. ഏതായാലും ഇപ്പോൾ തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് തന്നെയാണ് നമുക്കൊപ്പം ചേരുന്നത്. വലിയ തോതിൽ റീൽസ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിച്ചിരുന്നു. എങ്ങനെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? ഞങ്ങൾ ഈ വിവാദം ഉയർന്നു വന്നപ്പോൾ തന്നെ അതിൻ്റെ വസ്തുത എന്താണ് എന്ന് അന്വേഷിച്ചു. ജോയിൻറ്റ് ഡയറക്ടറും അതുപോലെ തന്നെ നഗരസഭാ സെക്രട്ടറിയും വഴി വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇത് ഞായറാഴ്ചയാണ് ചിത്രീകരിച്ചത് എന്ന് മനസ്സിലായി. ഞായറാഴ്ച ജില്ലാ കലക്ടറുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാലവർഷമാണ്, ഏതെങ്കിലും ഒരു പ്രത്യേക അടിയന്തര സാഹചര്യം ഉണ്ടായാൽ നേരിടാൻ വേണ്ടിയാണ് ജീവനക്കാർ അവധി ഉപേക്ഷിച്ച് ഓഫീസിൽ ജോലിക്കെത്തിയത്. അപ്പോൾ ആ ജോലിക്കിടയിൽ ഉച്ചഭക്ഷണത്തിനിടയിലോ മറ്റോ ചിത്രീകരിച്ച ആ ഇടവേളയിലോ മറ്റോ ചിത്രീകരിച്ച ഒരു റീലാണ്. അതൊരു ഗുരുതരമായ കുറ്റകൃത്യമായിട്ട് കാണേണ്ടതില്ല എന്ന് സർക്കാർ കണ്ടു. മാത്രമല്ല, അവർ അവധി ഉപേക്ഷിച്ച് ഞായറാഴ്ച ജോലിക്കെത്തിയവരാണ്. അപ്പോൾ അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. വേണമെങ്കിൽ അവധി ഉപേക്ഷിച്ചും സേവനത്തിനും തയ്യാറാണ് എന്നൊരു നല്ല സന്ദേശം കൂടി അതിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ സർക്കാർ ഓഫീസുകളിൽ ആളുകൾ സർഗാത്മകമായിട്ട് പ്രവർത്തിക്കുന്നത് ഓഫീസ് ജോലിക്കോ പൊതുജനത്തിനോ ബുദ്ധിമുട്ടില്ലാതെ വരുന്നതിനെ നമ്മളെന്തിനാണ് ഒരു അസ്വസ്ഥതയോടെ കാണേണ്ടത്? അപ്പോൾ അത് ഒരു പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കും, നല്ലൊരു വർക്ക് കൾച്ചർ കൊണ്ടുവരാനൊക്കെ സഹായിക്കുമെങ്കിൽ ഇത്തരം കാര്യങ്ങളാവുന്നതിന് വിരോധമില്ല. പക്ഷെ ഒരു തരത്തിലും അത് ഓഫീസ് സമയത്തോ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന തരത്തിലോ ആവരുതെന്ന് മാത്രം. സർക്കാർ നേരത്തെ തന്നെ ഒരു കാര്യം കർശനമായി നിഷ്കർഷിച്ചിട്ടുണ്ട്: ഒരാഘോഷവും ഓഫീസ് സമയത്തുണ്ടാവാൻ പാടില്ല എന്നതാണ്. അല്ലാത്ത സമയത്ത് ഇതെല്ലാം ആവാം. ഇത് സാധാരണഗതിയിൽ ഓഫീസ് സമയമല്ല ഞായറാഴ്ച എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ വലിയ ജോലി ഭാരമുള്ളവർ തന്നെയാണ്. അത് മന്ത്രി എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പണിയെടുക്കുന്നവരെ സംബന്ധിച്ച് നല്ല ജോലിയാണ്. പണിയെടുക്കാത്ത ഉഴപ്പന്മാർ എല്ലാ മേഖലയിലും ഉണ്ടാവും, അതിവിടെയും കുറച്ച് പേര് കാണും. പക്ഷെ പണിയെടുക്കുന്നവർക്ക് നല്ല ജോലിയാണ്, നല്ല സ്ട്രെസ് അവർക്കുണ്ട്. അതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള നടപടിയാണ് സർക്കാർ സ്ഥലമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ വളരെ സ്ട്രെസ്സുള്ള ഒരു ജോലിക്കിടയിൽ ജോലിക്കോ പൊതുജനത്തിനോ ഭംഗം വരുത്താതെ അവർ അല്പം സന്തോഷം പങ്കുവച്ചു എന്നതിനെ നമ്മൾ വളരെ അസ്വസ്ഥതയോടെ കാണേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കലാഹൃദയമൊക്കെ മന്ത്രിക്കുണ്ടോ എന്നുള്ളതാണ് ചിലർ ചോദിക്കുന്നത്. ഇത് ഏത് മനുഷ്യനും ഉണ്ടാവുമല്ലോ, അത്രയേ ഉള്ളൂ. ഏത് മനുഷ്യനും കലാഹൃദയം, സഹൃദയത്വം ഒക്കെ പല നിലയിലുണ്ടാവും, പല അളവിൽ. ഓരോരുത്തരുടെ താല്പര്യങ്ങൾ ഓരോന്നായിരിക്കും എന്ന് മാത്രം. പിന്നെ ഇതിനെയൊക്കെ നമ്മൾ വളരെ വിവേകത്തോടു കൂടി കാണുക എന്നതാണ് പ്രധാനം. ആരെങ്കിലും ഒരു റീൽ ഓഫീസിൽ നിന്ന് ചിത്രീകരിച്ചു എന്ന് കേൾക്കുമ്പോൾ തന്നെ എടുത്ത് ചാടേണ്ട കാര്യമില്ല. എപ്പോഴാണ് അവർ ചെയ്തത് തുടങ്ങിയ കാര്യങ്ങൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ വലിയ തിരക്കുള്ളൊരു സമയമാണ്, ആളുകൾ അവിടെ കാത്തു നിൽക്കുന്നു. ആ സമയത്ത് ഇവിടെ ആട്ടുവാണെങ്കിൽ അത് ശരിയാണ്, ആ വിമർശനം ശരിയാണ്. ഞായറാഴ്ച വന്ന് ജോലി ചെയ്യുന്നവർ ആ ജോലിക്കിടയിൽ അല്പം സന്തോഷം പങ്കുവച്ചത് ആർക്കും ദ്രോഹമില്ലാതെ അതിനെ എത്ര അസ്വസ്ഥതയോടെ കാണേണ്ട കാര്യമില്ല. അതേ സമയത്താണ് ഒരു വിഭാഗം ചിലർ ചിത്രീകരിക്കുന്നത് ഈ തദ്ദേശ സ്ഥാപനങ്ങളിലൊന്നും ജീവനക്കാരെത്തുന്നില്ല, അവർ ജോലി ചെയ്യുന്നില്ല എന്നൊക്കെ ഒരു പ്രചരണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഷീജ ബ്യൂറോയിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ രാവിലെ 10 മണിക്ക് പോയിട്ട് സ്വന്തം കസേരയിൽ ഇരിക്കാനാണോ തീരുമാനിക്കുക, അതോ ഫീൽഡിൽ പോയിട്ട് വാർത്ത കവർ ചെയ്യാനാണോ? ഓരോ ജോലിക്കും അതിൻ്റേതായ സവിശേഷതകളുണ്ട്. ഇത് മനസ്സിലാക്കാത്ത ചില മാധ്യമപ്രവർത്തകരാണ് നേരെ ക്യാമറയും മൈക്കുമായിട്ട് കസേര തപ്പി ഓടുന്നത്. LSGDയിലെ ജീവനക്കാരിൽ നല്ലൊരു പങ്കിൻ്റെ ജോലി കസേരയിൽ ഇരുന്നിട്ടുള്ള ജോലിയല്ല. ഇപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടർ രാവിലെ കൃത്യം 10 മണിക്ക് വന്ന് വൈകുന്നേരം 5 മണി വരെ കസേരയിൽ നിന്ന് അനങ്ങില്ലെങ്കിൽ അയാളുടെ പണി ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. കാരണം അയാൾ ഫീൽഡിൽ പോകേണ്ട ആളാണ്. അതുപോലെ നികുതി പിരിക്കാൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ഫീൽഡിൽ പോകണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓവർസിയറും AE ഒക്കെ. അവരുടെ പ്രധാന ജോലി എവിടെയാണ്? ഫീൽഡിലാണ്. അപ്പോൾ ഫീൽഡിൽ പോകേണ്ട ഉദ്യോഗസ്ഥന്മാർ, ഏറ്റവും കൂടുതൽ ഫീൽഡ് വർക്കുള്ള ഒരു വിഭാഗമാണ് ഈ LSGD ഉദ്യോഗസ്ഥർ എന്നത്. അതുകൂടിയാണ് അവരുടെ സ്ട്രെസ്സ് കൂട്ടുന്നത്. അല്ലാതെ എപ്പോഴും കറങ്ങുന്ന ഫാനിന് കീഴിൽ കസേരയിലിരുന്ന് ഫയൽ നോക്കൽ മാത്രമല്ലല്ലോ അവരുടെ ജോലി. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ചിലർ ഈ ഒഴിഞ്ഞ കസേര തപ്പി ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് തന്നെ കണ്ടെത്താൻ കഴിഞ്ഞത് ഏറെക്കുറെ എല്ലാവരും സമയത്ത് തന്നെ എത്തിയിട്ടുണ്ട് എന്നതാണ്. അത്യപൂർവം ചിലയിടത്തായിരിക്കും, അത് സ്വാഭാവികമായിട്ടുണ്ടാവും. അതൊക്കെ ഗവൺമെൻറ് ഗൗരവമായിട്ട് നോക്കുകയും ചെയ്യും. ഈ പറഞ്ഞതിനർത്ഥം തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ വീഴ്ചകളോട് എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുമെന്നുള്ളതല്ല. പക്ഷേ അനാവശ്യമായിട്ട് അവരെ ക്രൂശിക്കാൻ
സർക്കാർ കൂട്ടുനിൽക്കുകയില്ല. എന്നാൽ തെറ്റായ പ്രവണതകൾ കണ്ടാൽ ഒരു വിട്ടുവീഴ്ചയും അക്കാര്യത്തിലുണ്ടാവില്ല. അവിടെ സർഗാത്മകമായ സമീപനമല്ല, കർശനമായ സമീപനം തന്നെയായിരിക്കും അക്കാര്യത്തിലുണ്ടാവുക. ഇവിടെ 10:15 പഞ്ചിങ് ടൈം, 10:15 to 5:15. അപ്പോൾ ഇന്നലെ ഞാനൊരു കണക്ക് നോക്കിയപ്പോൾ ഏറെക്കുറെ എല്ലാ ഈ പരിശോധന ചിലർ നടത്തി എന്ന് പറയുന്നുണ്ടല്ലോ, അവിടെ നോക്കുമ്പോൾ എല്ലായിടത്തും ആളുകൾ സമയത്തെത്തി. അപ്പോൾ ഒരു തരത്തിൽ ഒരർത്ഥത്തിൽ ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. കാരണം തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെല്ലാം സമയത്തെത്തുന്നു എന്ന് തെളിയിക്കാൻ അത് കാരണമായി. അവരിത്രയും പരിധി നടന്നിട്ടും അങ്ങനെ അല്ലാത്ത ആധികാരികമായിട്ടൊരു ഒന്നും തെളിയിക്കാനായില്ല. ഇന്നലെ ഞാനൊരു കണക്ക് നോക്കി, 134 ഈ പോയ സ്ഥാപനങ്ങളിൽ 134 ജീവനക്കാരുണ്ട്. അതിൽ 108 പേർ സമയത്തെത്തിയിട്ടുണ്ട്, 6 പേർ ലീവാണ്, 6 പേർ ഫീൽഡിലാണ്, 20 പേർ ലീവാണ്. ഇതാണ് കണക്ക്. അപ്പോൾ വളരെ കൃത്യമാണ്. എന്നാൽ ഇതല്ലാത്തവരുണ്ടാവും, ഇല്ലെന്ന് ഞാൻ നിഷേധിക്കുന്നില്ല. അവരൊന്നും ഇതിൻ്റെ ഈ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ മികവിൽ അവരവരുടെ കുറ്റം കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്ന് കരുതരുത്. അത് പരിശോധനകളുണ്ടാവും, നടപടികളുണ്ടാവും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ റീൽസ് പുറത്തു വന്നതിലൂടെയാണ് നമ്മൾക്ക് ഒരു കാര്യം അറിയാൻ സാധിച്ചത്. ഇപ്പോഴും ഞായറാഴ്ചകളിൽ തദ്ദേശ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് നമുക്കറിയാം, മഴ കൂടുന്നൊരു സാഹചര്യത്തിലൊക്കെയാണ് അത് തീരുമാനം വന്നിരുന്നെങ്കിൽ പോലും, പക്ഷേ ഇപ്പോഴും അവ പ്രവർത്തന സജ്ജമാണ് എന്നൊരു കാര്യം കൂടിയാണ് പുറം ലോകം ഇതിലൂടെ അറിഞ്ഞത്. തീർച്ചയായിട്ടും മഴ കാലത്ത് അല്ലെങ്കിൽ ഏതൊരു അടിയന്തര സാഹചര്യം വന്നാലും ഈ ജീവനക്കാർ എപ്പോഴും വരാൻ സന്നദ്ധരാണ്. അങ്ങനെ ഒരു മനോഭാവം ജീവനക്കാരിലുണ്ട്. അപ്പോൾ അപൂർവം ചിലർ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവരുണ്ടാവും, ഇല്ലയെന്ന് ഞാൻ പറയില്ല. തദ്ദേശ സ്ഥാപനങ്ങളിൽ കുറച്ച് മറ്റു വകുപ്പുകളേക്കാൾ കുറച്ചുകൂടി കൂടുതലുണ്ടാവും. അത് പക്ഷേ മഹാഭൂരിപക്ഷം ആരാണ്? അങ്ങനെ അല്ലാത്തവരാണ്. അപ്പോൾ അത് തെളിയിക്കാൻ കൂടി ഈ സന്ദർഭം പ്രയോജനപ്പെട്ടു. ജീവനക്കാർ വേണമെങ്കിൽ ഞായറാഴ്ചയും ജോലി ചെയ്യാൻ സന്നദ്ധരാണ്, അത്രയും എഫിഷ്യൻസി, സന്നദ്ധത, പ്രതിബദ്ധത ഒക്കെ ഉള്ളവരാണ് എന്ന് തെളിയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഈ ഉണ്ടായ വിവാദമെന്നോ അല്ലെങ്കിൽ എന്താണതിനെ പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അത് സർക്കാർ ജീവനക്കാരുടെ ആകെ മുറയിൽ വർദ്ധിപ്പിക്കാനും അവരുടെ ആകെ സേവന തൽപരതയെ കൂട്ടാനും സഹായിക്കും എന്നാണ് വിചാരിക്കുന്നത്. കുറച്ചുകൂടി സൗഹൃദപരമായിട്ട് ജനങ്ങളോട് ഇടപെടാൻ, ജനസൗഹൃദ ഓഫീസുകളാക്കി മാറ്റാൻ പ്രേരണയാവേണ്ട ഒന്നാണിത്. ഓക്കെ, വളരെയധികം നന്ദി മിനിസ്റ്റർ. അതെ, ആ രീതിയിൽ തന്നെയാണ്. ഏതായാലും ഈ റീൽസ് ചിത്രീകരിച്ചത് ഞായറാഴ്ചയായിരുന്നു. അത് ജോലിയെ ഒരു തരത്തിലും ബാധിക്കുന്ന തരത്തിലായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതിൽ നടപടി വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ള കാര്യം തന്നെയാണ് മന്ത്രി എം പി രാജേഷ് ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം കൃത്യമായ ഒരു സന്ദേശം കൂടി തദ്ദേശ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് നൽകുന്നുണ്ട്. ജോലിയെ ബാധിക്കാത്ത തരത്തിൽ കൃത്യമായ രീതിയിൽ സർഗാത്മകത അത് സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷേ ജോലിയെ തടസ്സപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന തരത്തിലോ അത്തരത്തിലുണ്ടായാൽ അതിൽ യാതൊരു തരത്തിലും സർക്കാർ അതിന് പിന്തുണയ്ക്കില്ല. അതിനൊപ്പം തന്നെ കൃത്യമായി ജോലിക്ക് എത്തുന്നവരെ ഈ ഞായറാഴ്ച ഉൾപ്പെടെ പ്രവൃത്തി ദിനമാക്കിക്കൊണ്ട് പ്രവർത്തന സജ്ജമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ അദ്ദേഹം പ്രത്യേകമായി അഭിനന്ദിക്കുക കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ ചെയ്തിരിക്കുന്നത്. പ്രമോദ് പന്നിയോടിനൊപ്പം എസ് ഷീജ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.